ഹായ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് വളരെ എളുപ്പത്തിൽ രുചികരമായി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബീട്രൂട്ട് തോരൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ. ഞാൻ ഇതിനകത്ത് ഉള്ളി, സവോള എന്നിവയൊന്നും ചേർക്കുന്നില്ല. എന്നാൽ അല്പം ഇഞ്ചിയും പച്ചമുളകും ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ സ്വാദിഷ്ടമായ ഒരു റെസിപ്പിയാണിത്. ഉള്ളി, സവോള എന്നിവയൊന്നും ചേർക്കാതെ ഞാൻ എൻ്റെ ആർത്രൈറ്റിസിനും ഗ്യാസ് പ്രശ്നത്തിനൊക്കെ ഇങ്ങനെ നമ്മൾ ചികിത്സകളൊക്കെ ചെയ്യുമ്പോൾ അതിൽ നിന്ന് പഠിച്ച ഒരു കാര്യമാണ് ഉള്ളി, സവോള എന്നിവയൊന്നും ചേർക്കാതെ ഈ പാചകം ചെയ്യുന്ന വിധം. ആദ്യമൊക്കെ ഞാനും വിചാരിച്ചിട്ടുണ്ട് ഈ ഉള്ളി, സവോളയും ഇല്ലാതെ എങ്ങനെ കറി വെക്കും, എങ്ങനെ തോരൻ വെക്കും എന്നൊക്കെ. പക്ഷേ ഒന്ന് ഉണ്ടാക്കി നോക്കി കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു ഉള്ളി, സവോളയൊന്നും ഇല്ലെങ്കിലും തോരനും ഒരു രുചിക്കുറവില്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 2 ചെറിയ ബീട്രൂട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിനുശേഷം പച്ചമുളക് അരി കളഞ്ഞെടുക്കുന്നത് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ എനിക്ക് വയറെരിച്ചിലിനും ഒക്കെ അരി കളഞ്ഞെടുക്കുന്നത് നല്ലതാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഒരു പച്ചമുളക് അല്ലെ നമുക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക്, ഞാനിപ്പോൾ ഇതിനകത്ത് ഒരു പച്ചമുളക് അരി കളഞ്ഞെടുത്തിട്ടുണ്ട്. അല്പം ഒരു ചെറിയ പീസ് ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. എന്തൊക്കെ ചികിത്സകൾ ചെയ്തിട്ടും എൻ്റെ ഈ ആർത്രൈറ്റിസിൻ്റെ വേദനയോ ഒന്നും കുറയുന്നില്ല. ചില സമയത്ത് കുറയും, നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് കഴിയുമ്പോഴത്തേനും അത് കൂടും. ചില സമയത്ത് നമ്മൾ കിടപ്പിലാകും, പിന്നെ ഇടയ്ക്ക് എഴുന്നേൽക്കും. ഈ ഒരു അവസ്ഥയിൽ കൂടെയാണ് മുമ്പോട്ട് പോകുന്നത്. ഇപ്പം എല്ലാം ശരിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം നമ്മൾ പച്ചമുളക് അരി കളഞ്ഞെടുത്തിട്ടുണ്ട്. ചെറിയൊരു ഇഞ്ചിയുടെ കഷ്ണം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് തയ്യാറാക്കാം. ഞാനിവിടെ ഒരു മൺചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. മൺചട്ടി നന്നായിട്ട് ചൂടാക്കുക. ചൂടായതിന് ശേഷം നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം. നമുക്ക് എണ്ണ ഒഴിക്കാതെയും ചട്ടിയിൽ കടുകിട്ട് കഴിഞ്ഞാൽ ചൂടായതിന് ശേഷം കടുകിട്ട് കൊടുക്കുക. കടുക് തന്നെ എണ്ണ ഒഴിച്ചില്ലെങ്കിലും പൊട്ടും. വേണമെങ്കിൽ നമുക്കൊരു 1/2 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇഞ്ചിയും പച്ചമുളകും കൂടെ ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് അരിഞ്ഞത് അതിനകത്തിടുക. ഇളക്കി കൊടുക്കുക. അതിനുശേഷം അല്പം മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടു. ഒരു 1/2 കപ്പ് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. പാത്രം ഒന്ന് മൂടി വെച്ചതിന് ശേഷം ആദ്യം ഒരു ആവി വരുന്നിടം വരെ നമ്മൾ നല്ല തീയിലിടുക. അതിനുശേഷം അടപ്പ് തുറന്ന് നമ്മൾ ഇളക്കി കൊടുക്കണം. ആവി വന്നതിന് ശേഷം ഇളക്കി കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് അടച്ച് വെക്കണം. അടച്ച് വെച്ചിട്ട് ചെറിയ തീയിലിട്ട് ക്യാരറ്റ് വേവിച്ചെടുക്കുക. നമ്മളെപ്പോഴും ഒന്ന് ആവി കയറിയതിന് ശേഷം നമ്മൾ ചെറിയ തീയിലിട്ട് കൊടുത്തേ വേവിക്കാവൂ. ഈ ബീട്രൂട്ട് നന്നായിട്ട് ആവി കയറിയതിന് ശേഷം നമ്മൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഈ ബീട്രൂട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുക്കുന്നത് നമ്മൾ ഇതൊന്ന് തോർത്തിയെടുക്കാനായിട്ടാണ്. കാരണം നമ്മൾ ഈ വെള്ളം കുഴഞ്ഞിരിക്കുക, അതായത് ബീട്രൂട്ട് നന്നായിട്ടൊന്ന് തോർത്തിയെടുക്കുക. ഞാനിതിനകത്ത് ഉപ്പ് കുറവായതുകൊണ്ട് അല്പം ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരല്പം കുരുമുളക് പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമുക്കൊരു രുചിക്ക് വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ ഉള്ളിയൊന്നും ചേർക്കുന്നില്ലല്ലോ. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്താൽ മതി. കൂടുതൽ എരിവ് വേണ്ടവർക്ക് അതിനനുസരിച്ച് ചേർക്കാം. ഈ കുരുമുളക് പൊടിയും കൂടെ ചേർക്കുമ്പോൾ തന്നെ ഇതിന് ഒരു പ്രത്യേക രുചി കിട്ടും. ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് എല്ലാവരും ഒന്ന് അഭിപ്രായം പറയണേ. എന്നിട്ട് ഞാനൊരു 1/2 കപ്പ് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. 1/2 കപ്പോ 3/4 കപ്പോ തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്തിട്ട് ഈ തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ തേങ്ങ വേവിക്കരുത്. പ്രത്യേകിച്ച് ഈ കൊളസ്ട്രോളും ഒക്കെ കൂടുന്നത് തേങ്ങ വെന്ത് കഴിയുമ്പോഴാണ് കൊളസ്ട്രോളൊക്കെ കൂടുന്നത്. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ തേങ്ങ ഞാൻ ഇതിൻ്റെ അകത്തായിട്ട് വെച്ചിട്ട് കണ്ടോ, ഇതിനെ നടുക്കായിട്ട് വെച്ചിട്ട് ഞാൻ ബീട്രൂട്ട് ഇത് വെച്ച് ഇങ്ങനെ നമ്മൾ പൊത്തി വെക്കുമല്ലോ, പൊത്തി വെച്ചിട്ട് പാത്രം അടച്ച് വെച്ചിട്ട് നന്നായിട്ട് അടച്ച് വെക്കും. അടച്ച് വെച്ച് ഞാൻ തീ ഓഫ് ചെയ്യും. ഈ ബീട്രൂട്ട് അല്ലെങ്കിൽ എന്ത് തോരനായാലും നമ്മൾ ഈ തേങ്ങ ഇട്ടതിന് ശേഷം, എൻ്റെ റെസിപ്പിയിൽ ഞാൻ തേങ്ങ ഇട്ടതിന് ശേഷം ഞാൻ വേവിക്കാറില്ല. തീ ഓഫ് ചെയ്തിട്ട് അടച്ച് നന്നായിട്ടൊരു 10 മിനിറ്റ് വെക്കുക. അങ്ങനെ വെക്കുമ്പോൾ തന്നെ തേങ്ങ എല്ലാം അതിനകത്തിരുന്ന് തന്നെ വെന്ത് കിട്ടും. എന്തായാലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടോ, തോർത്തിയെടുത്തപ്പം വളരെ രുചികരമായ തോരനാണ്. ഉണ്ടാക്കി നോക്കണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.